മലബാറിലെ CPM-ന്റെ അന്ത്യകൂദാശ നടത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഒന്നൊന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ CPM-ന് വേണ്ടി ഏറ്റവും കിരാതമായ കൊലപാതകം നടത്തിയ 17-അംഗ സംഘം റിമാൻഡിലേക്ക് പോവുകയാണ്. മട്ടന്നൂരിലെ എടയന്നൂർ ഷുഹൈബിനെ വെട്ടിക്കൊന്ന കേസിലെ 17 പ്രതികളെയാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവായിരിക്കുന്നു. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ നീക്കമാണ് കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവിലൂടെ പൊളിഞ്ഞത്. ഇതോടെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു. ഈ മാസം 18 മുതൽ ഷുഹൈബ് വധക്കേസ് വിചാരണ നടക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിന്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരം പ്രോസിക്യൂഷൻ പൂർത്തിയാക്കി. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രതികളുടെ അഭിഭാഷകർ ക്രോസ് വിസ്താരത്തിന് തയ്യാറായില്ല. ഇന്ന് കോടതിയിൽ ഹാജരായ പ്രതികളുടെ അഭിഭാഷകരായ സുനിൽ മഹേശ്വരൻ പിള്ള, NR ഷാനവാസ് എന്നിവർ ക്രോസ് വിസ്താരം നടത്തുന്നില്ലെന്ന് കോടതിയെ അറിയിച്ചത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. 1 മുതൽ 3 വരെ പ്രതികളുടെ അഭിഭാഷകനായ PV ഹരി കോടതിയിൽ എത്തിയില്ലെങ്കിലും ക്രോസ് വിസ്താരത്തിനില്ലെന്ന് കോടതിയെ അറിയിച്ചു. കേസ് നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ ഭാഗമായാണ് ക്രോസ് വിസ്താരം നടത്തുന്നതിൽ നിന്ന് അഭിഭാഷകർ വിട്ടുന്നതെന്ന് പിന്നീട് മനസ്സിലായി. അഭിഭാഷകരുടെ തീരുമാനം തന്നെയാണോ പ്രതികൾക്കുമെന്ന് കോടതി ചോദിച്ചപ്പോൾ അതെ എന്ന് പ്രതികൾ മറുപടി നൽകി. അതേസമയം പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാദം തുടരട്ടെ എന്നും കോടതി അറിയിച്ചു. 3-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി കെ ജോസഫാണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഈ ഉജ്ജ്വലമായ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ അലംഭാവം കാണിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച കേസായിരുന്നു ഇത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വിചാരണ തുടങ്ങിയത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് LDF സർക്കാർ വഴിവിട്ട നീക്കം നടത്തിയതും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറി എന്ന തട്ടുകടയിൽ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ CPM ഗുണ്ടകൾ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അക്രമം തടയാൻ ശ്രമിക്കവേ ഷുഹൈബിന്റെ സുഹൃത്തുക്കളായ നൌഷാദ്, റിയാസ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി K പത്മനാഭനാണ് ഹാജരായത്. ആകാശ് തില്ലങ്കേരി, A ജിതിൻ, CS ദീപ് ചന്ദ്, TK അസ്കർ തുടങ്ങി 17 പ്രതികളാണ് ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഈ കേസിന്റെ വിചാരണ അവസാനിക്കുന്നത് വരെ ഇവർക്ക് ജയിലിൽ കഴിയേണ്ടി വരും. അതല്ലെങ്കിൽ വിചാരണയ്ക്ക് ശേഷം വിധി നടപ്പാക്കുന്നത് ഇവർക്കെതിരാണെങ്കിൽ സ്വാഭാവികമായും ഇനിയൊരിക്കലും ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള കൊടും ക്രിമിനലുകൾ സൂര്യവെളിച്ചം കാണില്ല എന്നുറപ്പാണ്.